വിജയ്, ഞാൻ ഈ ഡാൻസ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യട്ടെ? ഓ വേണ്ട നൈനു, ഇനി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലും ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലിട്ടോ. ഒരു ഹോളിഡേ ആയിട്ട് രാവിലെ തന്നെ ഇങ്ങനെ കിച്ചണിൽ കയറണമായിരുന്നോ? നമുക്ക് വല്ല റെസ്റ്റോറൻറ്റിലും പോയാൽ മതിയായിരുന്നു. ഇതാരാ പുതിയൊരാൾ? ഉല്ലാസ്. അവൻ എൻ്റെ സ്കൂൾമേറ്റാ. കണ്ട ഉടനെ നൈനു എന്നുള്ള പെറ്റ് നെയിമൊക്കെ ആണല്ലോ വിളിക്കുന്നത്. എന്നെ പണ്ട് തൊട്ടേ സ്കൂളിലെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കാറ്. ഞാൻ മാത്രം വിളിക്കുന്ന ആ പേര് വേറൊരാൾ വിളിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. വിജയ്, ഞങ്ങൾ സ്കൂൾ ബാച്ചിൽ എല്ലാവരും കൂടി ഒരു 3 ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫാമിലി അലോടായിരുന്നെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. നമുക്ക് ഒരുമിച്ച് പിന്നെ പോവാം. നൈനിപ്പോൾ അവരുടെ കൂടെ പോകണ്ട. എടോ, ഇതുപോലുള്ള ഗെറ്റ് ടുഗദർ വഴി ഓരോരുത്തന്മാർ പരിചയം പുതുക്കാൻ വരുന്നത്. എടോ, വേറൊരാൾ തന്നോട് എടുക്കുന്നത് എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല. തനിക്കറിയാലോ ഞാൻ തന്നോട് എത്രമാത്രം പോസിറ്റീവ് ആണെന്ന്. എന്നാ നമുക്കൊരു പിസ്സ ഓർഡർ ചെയ്താലോ? ക്രീമി ചിക്കൻ ഡിലൈറ്റ്. ചിക്കൻ വേണ്ട, വെജാണെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി. എടാ ഉല്ലാസേ, നീ എന്നെ നൈനൂന്നൊന്നും വിളിക്കല്ലേ. അത് വിജയ് മാത്രം എന്നെ വിളിക്കുന്ന പെറ്റ് നെയിമാ. വേറെ ആരും എന്നെ അങ്ങനെ വിളിക്കുന്നത് വിജയ്ക്ക് ഇഷ്ടമല്ല, അതാ. എന്തോ നാടേ ഇതൊക്കെ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ച ഷേക്സ്പിയർ നിന്റെ കെട്ടിയോൻ്റെ മുന്നിൽ തോറ്റു പോകുമല്ലോ. അപ്പോൾ ട്രിപ്പിന് നീ വരുന്നില്ല അല്ലേ? വരണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വരുന്നതൊന്നും വിജയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ലേ, വിജയ്ക്ക് എന്നോട് ഭയങ്കര പൊസസീവ്നെസ്സാണ്. ഓ, ഈ പൊസസീവ്നെസ് ഒക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ അതത്ര നല്ല ലക്ഷണമല്ല. ചികിത്സിക്കേണ്ടി വരും. ഇറ്റ്സ് ഇൻക്യൂറബിൾ. പോടാ, പൊസസീവായ ആളെ കിട്ടുന്നത് ഒരു ഭാഗ്യമല്ലേ. ആസ് എ വൈഫ് ആ പൊസസീവ്നെസ് എനിക്കും ഇഷ്ടമാണ്. എടി, നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ സന്തോഷം കാണാനായിരിക്കും ശരിക്കും ആഗ്രഹിക്കുന്നു. അതിനെന്താ, സെയിം റിസോർട്ടിൽ വിജയ് എന്നെ പിന്നെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തവരാണോ? നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതിനല്ലേ നമ്മൾ പോകുന്നത്. നീ ഇതുവരെ ആരോട് നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അറിയാം ഈ പൊസസീവ്നെസ്സിൻ്റെ ട്രൂ കളർ. വിജയ് നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ നിന്നെ ഈ ട്രിപ്പിന് വിടും. വിജയ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ആ ട്രിപ്പിന് ഞാനും പോവുക. നൈനിനപ്പോൾ എന്നേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരുടെ കൂടെ എൻജോയ് ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലേ? എനിക്ക് എൻ്റേതായ ഒരു സ്പേസ് ഇതാ വിജയ്. കൂട്ടിലിട്ട് വളർത്തുന്ന കിളിയെ പോലെ എന്നെ ഇങ്ങനെ എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യാതെ. എനിക്കിവിടെ വീർപ്പ് മുട്ടി തുടങ്ങി. യു ആർ എ ചീറ്റ്. നീ ആരുടെ കൂടെ ഇനി എങ്ങോട്ടെങ്കിലും വേണേ പോക്കോ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. പൊസസീവ്നെസ് മണ്ണാങ്കട്ട. അച്ചായ നാളെ ഇതുവരെ ഒന്ന് വരണം. അച്ചായ, എന്നെ ചതിച്ചു കളഞ്ഞ ഒരാളെ തീർത്ത് കളയണം അച്ചായ. നിനക്കെൻ്റെ ഒരു സ്റ്റൈൽ അറിയാമല്ലോ. ആദ്യം നടുക്കൂടൊരു വെട്ട്, പിന്നെ നെടുകയും കീറി വിട്ടേക്കണം. ഫിനിഷ്. മനസ്സിലായോ? ആ. ഹലോ,
ഇന്നലെ നിങ്ങൾ ട്രിപ്പ് പോകുന്നു. ഹാപ്പി ജേണി നൈനു. താങ്ക് യു വിജയ്. ഞാനിവിടെ പുറത്ത് പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഹാപ്പി ജേണി നൈനു. പോയിട്ട് വാ. അപ്പോൾ ഓക്കെ വിജയ്, കാണാം. നൈനു. താങ്ക് യു വിജയ്. വിജയ് എങ്ങനെ ഇങ്ങനെ ചേഞ്ച് ആയത്? അതോ, തോമസ് ചായ വന്നിരുന്നു. വാ ചായ. നിനക്കെൻ്റെ ഒരു സ്റ്റൈൽ അറിയാലോ. ആദ്യം നടുക്കൂടൊരു വെട്ട്, പിന്നെ നെടുകയും കീറി വിട്ടേക്കണം. ഫിനിഷ്. ചിയേഴ്സ്. അവള് വീർപ്പൂട്ടിയാ ജീവിക്കുന്നതെന്ന്. ഞാൻ അവളെ കൂട്ടിലിടെ കിളിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോ പണി കൊടുക്കേണ്ടത് അവക്കിട്ടല്ല, നിനക്കിട്ടാ. അച്ചായ. എടാ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണം. ഇല്ല, എന്താ പറ്റുകയെന്നറിയോ? നമ്മൾ ഈ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മളെ അങ്ങ് കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കും. നീ ഒരുമാതിരി പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് കാണിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അവൾക്ക് ഒരുതരം കെട്ടിയിടലായിട്ടാണ് തോന്നുന്നത്. നീ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം. ഞാൻ പോസിറ്റീവ് ആവുന്നത് എനിക്ക് അവളോടൊരു ഇഷ്ടം കൊണ്ടല്ലേ. അതെന്താ അവള് മനസ്സിലാക്കാത്തത്? എന്താ ചായ കാണിക്കുന്നത്? കുട്ടാ, സോറി. കൊണ്ടോ നീ ഇരിക്കേ. ഞാനിത് നിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചപ്പോൾ ഇതിലിരിക്കുന്ന കുറച്ച് ലിക്വിഡ് നിൻ്റെ മേത്തേക്ക് വീണെന്നുള്ള റിയാലിറ്റി ആണോ നിനക്ക് തോന്നിയത്? അല്ല, ഞാൻ കുടിച്ചു വെച്ച മദ്യത്തിൻ്റെ ബാക്കി ഒഴിച്ച് നിന്നെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു ഇമോഷനാണ് നിനക്ക് തോന്നിയത് അല്ലേ? ആ, ഇതുപോലെയാണ് നിൻ്റെ ഈ ഒരുമാതിരി ഓവറായിട്ടുള്ള പൊസസീവ്നെസ് ഉണ്ടല്ലോ. നീ സ്നേഹമാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവൾക്കത് നയനയ്ക്കത് വലിയ കെട്ടുപാടായിട്ടാണ് തോന്നുന്നത്. അതിന് നയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? നീ എല്ലാത്തിനും ഡിസ്കണക്റ്റ് ആവുക, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെയൊക്കെ സൊല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നീയാണ് ശരിക്കും നിൻ്റെ ഡോക്ടർ. നീ ഇതിനൊക്കെ ഒന്ന് വിട്ട് സ്വസ്ഥമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തെ ഉത്തരം നിനക്ക് കിട്ടും. നാശത്തിന് വേണ്ടിയുള്ളതാവരുത് നമ്മുടെ തീരുമാനങ്ങൾ, ജീവിക്കാൻ വേണ്ടിയുള്ളതാവണം. ആലോചിച്ചപ്പോൾ എൻ്റെ ട്രാക്ക് ശരിയില്ലെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. എൻ്റെ അച്ഛന് കിളികൾ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൂട്ടിലടച്ചാൽ അതിനെ വളർത്തുന്നത്. എന്നെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ വളർത്തിയത്. ഇന്നലെ ഞാൻ പോയി ആരും കാണാതെ അതിനെ അങ്ങ് തുറന്നു വിട്ടു. അച്ഛനിപ്പോൾ ആ കൂട്ടിനടുത്തിരുന്ന് കരയുന്നുണ്ടാവും. പക്ഷികൾ സ്വതന്ത്രമായി പറന്നു നടക്കുന്നതല്ലേ ഭംഗി. നൈനവും അതുപോലെ ഫ്രീ ആയി പോയി ലൈഫ് എക്സ്പ്ലോർ ചെയ്യും. പൊസസീവ്നെസ് ഉള്ളിടത്തല്ലല്ലോ, ഫ്രീഡം ഉള്ളിടത്തല്ലേ ലൈഫുള്ളൂ. നിന്റെ ചുരുൾമുടിയിൽ ജീവരാഗം പൂവിടുന്നു, നിന്റെ കടമിഴിയിൽ ഞാൻ എന്റെ ജീവൻ നേരിലറിയും. അനുരാഗിണി എന്നരികിൽ ഒരു പുഷ്പമായി ഞാൻ നുകരവേ, എന്നിലാർദ്രമായി ഒരു പുണ്യം ഉണർന്നു. നിന്റെ ചുരുൾമുടിയിൽ നിന്റെ ചുരുൾമുടിയിൽ എൻ ജീവരാഗം പൂവിടുന്നു.
ഞാൻ പറഞ്ഞു സാരമില്ല. Rolling.